അടുത്തത് നമുക്ക് എടുക്കാൻ പോകുന്നത് സ്കെച്ചപ്പാണ്. അപ്പോൾ സ്കെച്ചപ്പിൻ്റെ ഒരു ഓപ്ഷൻ 2022 ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഓപ്പൺ ആക്കുക. ഡബിൾ ക്ലിക്ക് ചെയ്താൽ അത് ഓപ്പൺ ആവും. എന്നിട്ട് ഓപ്പൺ ആയി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ബോക്സ് വരും. അതിലെന്ത് ചെയ്യുക, ആർക്കിടെക്ചർ ഏതെടുത്താലും കുഴപ്പമില്ല. ആർക്കിടെക്ചർ എടുത്താൽ മതി, ഒന്നും ഏതെടുത്താലും കുഴപ്പമില്ല. നമുക്ക് പിന്നെ യൂണിറ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ ആർക്കിടെക്ചർ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ചില വെർഷനിലൊക്കെ സ്റ്റാർട്ട് യൂസിങ് സ്കെച്ചപ്പിനേക്കാളും ചിലപ്പോൾ ഉണ്ടാവുക. ചില വെർഷൻ ഇങ്ങനെ ആർക്കിടെക്ചർ കാണിക്കും. ഏതെടുത്താലും കുഴപ്പമില്ല കേട്ടോ. എന്തെങ്കിലും അതിൽ ഓപ്പണിങ് എന്തെങ്കിലും ഡൗട്ടുകൾ വരികയാണെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ മെയിൻ പേജ്. അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് യൂണിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടത്. യൂണിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലുണ്ടാവും വിൻഡോയിൽ വരിക, അതിലുണ്ടാവും മോഡൽ ഇൻഫോ. വിൻഡോയിൽ മോഡൽ ഇൻഫോ, അതിൽ യൂണിറ്റ്സിലുണ്ടാവും. ഇവിടെ നമുക്ക് ഫോർമാറ്റ് ഡെസിമലിനാക്കുക. ലെങ്ത്തിൽ നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ ഏത് യൂണിറ്റിൽ മാറ്റാൻ ആ യൂണിറ്റ് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ളൊക്കെ ആ യൂണിറ്റിൽ ഇട്ട് കൊടുക്കുക. സെൻറ്റിമീറ്റർ ചെയ്യണമെങ്കിൽ ഒക്കെ എന്ത് ചെയ്യുക, സെൻറ്റിമീറ്ററിൽ ഇട്ട് കൊടുത്താൽ മതി. ബാക്കിയുള്ളൊക്കെ സെൻറ്റിമീറ്ററിൽ ഇട്ട് കൊടുത്താൽ മതി. ഇത്രയും ചെയ്താൽ മതി. നേരെ ക്ലോസ് ചെയ്യുക. ഓക്കെ എടുക്കാനൊന്നുമില്ല, നേരെ ക്ലോസ് ചെയ്യുക. നമ്മൾ ഈ മൗസ് സ്ക്രോൾ ബട്ടൺ ഉണ്ടല്ലോ, സ്ക്രോൾ ബട്ടൺ പ്രസ് ചെയ്താൽ കുറച്ചിങ്ങനെ മൂവ് ചെയ്താൽ തന്നെ നമുക്ക് എല്ലാ പീസും കറക്റ്റ് കാണാം. ആൾട്ടോ ഷിഫ്റ്റും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ നമുക്ക് ഒരേ പാനൽ പോലെ നമുക്കത് വർക്ക് ചെയ്യാണ്ട. അല്ലേ വെറുതെ ക്ലിക്ക് ചെയ്താൽ എല്ലാ സൈഡും നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ വീടും ഇങ്ങനെ കാണാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മുകൾ സൈഡിൽ കുറേ ടൂൾ ബാർ. ഇത് നമ്മളെ സ്കെച്ചപ്പിലെ മെയിൻ ടൂൾ ബാർസ് ഉള്ളത്. കുറച്ച് ടൂൾ ബാർസ് ഉള്ളൂ. അതിൽ ഫസ്റ്റ് ലൈൻ്റെ ഷോർട്ട് കീ L ആണ്. L എൻ്റർ ചെയ്യുന്ന വേണ്ട, വെറും L ക്ലിക്ക് ചെയ്താൽ മതി. L ക്ലിക്ക് ചെയ്താൽ തന്നെ നേരെ ഓപ്പൺ ആവും. നേരെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് എവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. ഉണ്ടോ, ഇപ്പോൾ കറക്റ്റ് ഗ്രീൻ കളർ വരികയാണെങ്കിൽ ആ ഗ്രീൻ കളറിന് പാരലൽ, അതായത് സ്ട്രൈറ്റ് ആണ് അർത്ഥം. അതല്ല ബ്ലാക്കറ്റ് വരികയാണെങ്കിൽ അത് പാരലല്ല, ചെറിയ ഇൻക്ലിനേഷൻ ഉണ്ട് അർത്ഥം. ഗ്രീൻ കറക്റ്റ് വരികയാണെങ്കിൽ ആ ഗ്രീനിന് പാരലൽ, അതായത് സ്ട്രൈറ്റ് ആയിരിക്കണം. ഒരു 500 ആണ്, 500 ടൈപ്പ് ചെയ്യുക. വെറുതെ ടൈപ്പ് ചെയ്താൽ മതി, എൻ്റർ അടിക്കുക. അപ്പോൾ 500 ലൈൻ ആയി. അത് ഈ സൈഡ് എടുക്കണ്ട, റെഡ് വരെ റെഡിന് പാരലായിട്ട് അവിടെ 500 ഇട്ട് കൊടുത്തു, എൻ്റർ. ഈ സൈഡിൽ അടിയിലുണ്ടാവും, റൈറ്റ് സൈഡിൽ അടിയിൽ വാല്യൂ വരുന്നതാണ്, ലെങ്ത്തിന് വാല്യൂ വരുന്നതാണ്, എൻ്റർ ചെയ്തു. അതെല്ലാം എന്ത് ചെയ്യണ്ട, ഇവിടെ അങ്ങനെ അടിയിൽ കാണിക്കുന്നുണ്ട്, ഈ ലെങ്ത്തിന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതറിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഉണ്ടോ ഗ്രീൻ വരികയാണെങ്കിൽ കറക്റ്റ് സ്ട്രൈറ്റ് ആണ് അർത്ഥം. ഇനി ഇവിടെ ക്ലോസ് ചെയ്താൽ ഉണ്ടോ പ്ലെയിൻ ആയി. അപ്പോൾ ക്ലോസ്ഡ് എപ്പോഴും എന്ത് ചെയ്യുക, പ്ലെയിനായി മാറും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ, ഇവിടെ നമുക്ക് ഇങ്ങനെ ഉണ്ടോ ബ്ലൂ ആണെങ്കിൽ ഹൈറ്റിലാണ് വരിക. ഇങ്ങനെ ഇട്ട് കൊടുക്കുക നേരെ ഉണ്ടെന്ന് ഇവിടെ ക്ലോസ് ചെയ്തു. ഉണ്ടോ ക്ലോസ് ആയി മാറി. നേരെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഉണ്ടോ അവിടെ ക്ലോസ് ആയി മാറി. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ അതും ക്ലോസ് ചെയ്യണ്ടോ, അങ്ങനെ ക്ലോസ് ആയി മാറി. അപ്പോൾ ക്ലോസ്ഡായി പ്ലെയിൻ ആയിട്ട് മാറും. അപ്പോൾ അതാണ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ക്ലിക്ക് ചെയ്യുക, നേരെ വാല്യൂ ഇട്ടെടുക്കുക, നേരെ ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുക, നേരെ വാല്യൂ. ഇപ്പോൾ 100 ആണ്, ഇപ്പോൾ ഇൻക്ലിനേഷനിലാണ് വരുന്നത്. 100 ഇട്ട് കൊടുത്താൽ ഇൻക്ലിനേഷൻ 100 വരും. ഉണ്ടോ, ഇപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ഇങ്ങനെ സ്ട്രൈറ്റ് ഇട്ട് കൊടുക്കുക. 500 200 200 ഇട്ട് കൊടുത്തു, ഞാൻ ഇവിടെ ക്ലോസ് ചെയ്താൽ ഉണ്ടോ പ്ലെയിനായി മാറി. അപ്പോൾ അതാണ് അതിൽ പറയാനുള്ളത്. ആവശ്യമില്ലെങ്കിൽ നമ്മൾ സാധനം ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്താൽ മതി. രണ്ടാമത്തെ ടൂളാണ് ഫ്രീ ഹാൻഡ്. ഫ്രീ ഹാൻഡ് ഷോർട്ട് കീ ഒന്നും ഇല്ല, നേരെ ക്ലിക്ക് ചെയ്താൽ മതി. ഉണ്ടോ, ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചിട്ട് കൊടുക്കണ്ട, നേരെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ക്ലോസ്ഡായാൽ നേരെ മാറും. ഉണ്ടോ, ക്ലോസ്ഡായാൽ നേരെ പ്ലെയിനായി മാറും. ഉണ്ടോ, അങ്ങനെയൊക്കെ വെച്ചു. ഇങ്ങനെ വെർട്ടിക്കലാണെങ്കിൽ വെർട്ടിക്കൽ ഉണ്ടോ ക്ലോസ് ആയിട്ടില്ല, ഇങ്ങനെ ഇട്ടോ ക്ലോസ്ഡായി. അങ്ങനെ ഉണ്ടോ ചെറിയൊരു ഗ്യാപ്പ് വ്യത്യാസം ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നുണ്ടോ. അവരൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അല്ല അവിടെ ക്ലോസ്ഡായി. അപ്പോൾ ഇങ്ങനെ കറക്റ്റായി ഉണ്ടോ അവിടെ ക്ലോസ്ഡായി. ആ ക്ലോസ്ഡായി മാത്രമേ കറക്റ്റായി കിട്ടുള്ളൂ കേട്ടോ. ഇട്ട് കൊടുക്കുക. അതാണ് ഫ്രീ ഹാൻഡ്. ഇപ്പോൾ എന്ത് ചെയ്യാം, ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ വരക്കാനൊക്കെ ഉപയോഗിക്കുകയോ ചെയ്യാം. അടുത്തതാണ് റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിന് 6 ക്ലിക്ക് ചെയ്യുന്നത്, കീബോർഡിൽ 6 ക്ലിക്ക് ചെയ്യുക. 6 ക്ലിക്ക് ചെയ്തിട്ട് എന്താ ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഉണ്ടോ റെക്റ്റാങ്കിളായി മാറി. ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഇനി അതെല്ലാം നമുക്ക് എന്ത് ചെയ്യുക, കറക്റ്റ് ഡയമെൻഷനിൽ കൊടുക്കണമായിരിക്കാം. അപ്പോൾ ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ക്ലിക്ക് ചെയ്യരുത്. ക്ലിക്ക് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക, അടിയിൽ വാല്യൂ എടുക്കുക. അതായത് നമുക്കിപ്പോൾ ഒരു 500,200 അടിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കൊടുക്കുന്ന വാല്യൂ എന്ത് ചെയ്യിക്കാരം, റെഡ് ആക്സിസ് ആയിക്കാരം. രണ്ടാമത്തെ കൊടുക്കുന്ന വാല്യൂ എന്ത് ചെയ്യിക്കാരം, ഗ്രീൻ ആക്സിസ് ആയിക്കാരം. അപ്പോൾ 500,100 ഇട്ട് കൊടുത്തു. 500, എന്നാൽ റെഡ് ആക്സിസ്, 100 എന്നത് ഗ്രീൻ ആക്സിസ്, അങ്ങനെ തന്നെ ആയിരിക്കും. ഉണ്ടോ അങ്ങനെ ഇട്ട് കൊടുത്തു. ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ 100,1000 ഇട്ട് കൊടുത്തു. ഉണ്ടോ അപ്പോൾ ഇങ്ങോട്ട് 100, അങ്ങോട്ട് മേലേക്ക് 1000 മാറുക. ഫസ്റ്റ് കൊടുക്കുന്ന വാല്യൂ എന്ത് ചെയ്യിക്കാരം, റെഡ് ആക്സിസിന് പാരലേക്കാരം. രണ്ടാമത്തെ വാല്യൂ വൈ ആക്സിന് പാരലേക്കാരം. അങ്ങനെ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് 300,300 ഇട്ട് കൊടുത്താൽ ഉണ്ടോ നേരെ സ്ക്വയറായി മാറി. നമുക്ക് ഈ സെലക്ഷന് പുറത്ത് കിടക്കണ ഇവിടെ ഉണ്ട് സെലക്ട് ഒബ്ജക്റ്റ് ടൂൾ ഉണ്ട്, സെലക്ട്. അത് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ വേറെ ടൂൾ എടുക്കാൻ കഴിയില്ല നമുക്ക്. അല്ലെങ്കിൽ സ്പേസ് ബാർ, അതിൻ്റെ ഷോർട്ട് കീ സ്പേസ് ബാർ. സ്പേസ് ബാർ ക്ലിക്ക് ചെയ്താൽ നേരെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാൻ പറ്റും. നേരെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തതാണ് റൊട്ടേറ്റ് റെക്റ്റാങ്കിൾ.
റൊട്ടേറ്റർ റെക്റ്റാങ്കിൾ നമുക്ക് എന്ത് ചെയ്യുക, ചെരിവുള്ളതിന് എന്ത് ചെയ്യുക, റെക്റ്റാങ്കിൾ ചെരിഞ്ഞ് വരക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുക. ചെരിച്ചിട്ട് റെക്റ്റാങ്കിൾ വരക്കാൻ. അത് നമുക്ക് വേറെ വിധത്തിൽ വരക്കുകയോ ചെയ്യുക, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നേരെ എന്ത് ചെയ്യുക, നമുക്ക് ഓരോ സൈഡ് ഇങ്ങനെ ഓരോന്നിങ്ങനെ വരക്കാം. സൈഡ് ഇങ്ങനെ ചെരിച്ച് നിൽക്കുക, ഓരോന്നിങ്ങനെ വരക്കാൻ പറ്റും. അതാണ് റൊട്ടേറ്റർ റെക്റ്റാങ്കിൾ ഉദ്ദേശിക്കുന്നത്. അടുത്താണ് സർക്കിൾ. സർക്കിളിൻ്റെ ഷോർട്ട് കീ സി ആണ്. സി ക്ലിക്ക് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യുക, റേഡിയസ് നമ്മൾ ഓട്ടോക്കാഡ് ചെയ്യുന്ന പോലെ റേഡിയസ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ 50 റേഡിയസ് എടുക്കുന്നു. അല്ല അങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. അപ്പോൾ 100 100 ഇട്ട് കൊടുക്കുന്നത് നേരിട്ട് കൊടുത്തു. നമുക്ക് എന്ത് ചെയ്യുക, ഒന്നും കൂടി എന്ത് ചെയ്യുക, എഡ്ജൊക്കെ സ്മൂത്ത് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് രണ്ട് സെലക്ഷൻ, ഒന്ന് ക്ലിക്ക് ഫസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ എന്താ പ്രതലം സെലക്ട് ആവുള്ളൂ. ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ പ്രതലം എഡ്ജും സെലക്ട് ആവും. നമുക്ക് ഈ എഡ്ജ് മാത്രം സെലക്ട് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ രണ്ട് സൈഡിൽ കുറച്ച് ടൂൾ ബാർ ഉണ്ട്. ഡിഫോൾട്ട് ഇട്ടതിന് കുറച്ച് ടൂൾ ബാർസ് ഉണ്ട്. അതിലെന്ത് ചെയ്യുക, പിന്നെ എൻറ്റിറ്റി ഇൻഫോ ടൂൾ ഉണ്ട്. എൻറ്റിറ്റി ഇൻഫോയിൽ കുറേ ടൂൾ ബാർസ് ഉണ്ട്. അതിലെന്താവും ഉണ്ടാവും, സെഗ്മെൻറ്റ്സ് ഉണ്ട്. ഈ സെഗ്മെൻറ്റ്സ് എന്ത് ചെയ്യുക, കൂട്ടിയാൽ നല്ല സ്മൂത്തായി മാറും. ഇപ്പോൾ 100 ഇട്ട് കൊടുത്താൽ നല്ല സ്മൂത്തായി മാറി. അവിടെ ഒരു 4 ആക്കിയാൽ വളരെ കുറഞ്ഞ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, കറക്റ്റ് ഒരു 100 ഒക്കെ നല്ല സ്മൂത്തായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ വരച്ചതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടാൻ എന്ത് ചെയ്യുക, എൻറ്റിറ്റി ഇൻഫോയിലുണ്ടാവുക. അതിൻ്റെ നമുക്ക് റേഡിയസ് മാറ്റി കൊടുക്കുക. റേഡിയസിന് 50 ആക്കി ഉണ്ടാവും. അപ്പോൾ നമുക്ക് റേഡിയസ് 200 ആക്കിയാൽ 200 റേഡിയസുള്ള ഒരു സർക്കിൾ ആയി ചെയ്യും. അപ്പോൾ അവിടെ ഫുൾ ഡയമെൻഷൻ എൻറ്റിറ്റി ഇൻഫോയിലുണ്ടാവും. അപ്പോൾ എന്ത് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിലും എന്ത് ചെയ്യുക, എൻറ്റിറ്റി ഇൻഫോയിൽ എന്ത് ചെയ്യുക, മാറ്റി കൊടുത്താൽ മതി. അടുത്തതാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ സെഗ്മെൻറ്റ്സിൽ പഞ്ചിട്ട് കൊടുത്താൽ പെൻറ്റുകളായി മാറി അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ അടുത്താണ് പോളിഗൺ. പോളിഗൺ നേരെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ പുറത്ത് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, ഡയമെൻഷൻ കൊടുക്കുക. ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, ഡയമെൻഷൻ കൊടുക്കുക. 50 ഇട്ട് കൊടുത്തു. അത് ഇതേപോലെ തന്നെ ചെയ്യാം. നമുക്ക് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് സെഗ്മെൻറ്റ്സ് കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇപ്പോൾ ഒരു 60 ഇട്ട് കൊടുത്തു. ഉണ്ടോ, നമുക്ക് കുറക്കണമെങ്കിൽ കുറക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, സർക്കിളിൽ തന്നെ എന്ത് ചെയ്യുക, സെഗ്മെൻറ്റ് വരക്കാൻ പറ്റും. അതായത് പോളിഗൺ വരക്കാൻ പറ്റും. പോളിഗണിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, സർക്കിളും വരക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇത് ആവശ്യമില്ലെങ്കിൽ മൊത്തത്തിൽ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തതാണ് ആർക്ക്. അപ്പോൾ ആർക്ക് ക്ലിക്ക് ചെയ്തു. ആർക്കിന് ഷോർട്ട് കീ എ ആണ്. എ ക്ലിക്ക് ചെയ്താൽ ഈ 2 പോയിൻ്റ് ആർക്കിലെ സെലക്ഷൻ എടുക്കുന്നുണ്ടാവുക. മറ്റു രണ്ടിനാർക്ക് ഷോർട്ട് കീ ഇല്ല. ഒന്നാമത് ഫസ്റ്റ് ആർക്ക് എടുത്തു. സ്റ്റാർട്ടിംഗ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് എൻഡ് പോയിന്റ് എത്ര അളവ് കൊടുക്കണേ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, 500 ഇട്ട് കൊടുത്തു. കേട്ടോ, അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് 500 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, എത്ര ഡിഗ്രിയാണ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 90 90 ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഡിഗ്രി വന്നു. ക്ലിക്ക് ചെയ്യുക, നമുക്ക് എത്ര അളവാണ് അളവ് ഇട്ട് കൊടുക്കുക. 200 ഇട്ട് കൊടുത്തു. ഇനി ഡിഗ്രി കൊടുക്കുക. 90 ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് 30 ഇട്ട് കൊടുക്കുക ചെയ്യുക. അടുത്ത 2 പോയിൻ്റ് ആർക്ക്, അതായത് ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക, രണ്ടാമത്തെ പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് റേഡിയസ് ടൈപ്പ് ചെയ്യുക. എത്ര റേഡിയസ് ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക, അടുത്ത പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഉണ്ടോ, ഇങ്ങനെ വേണ്ടി ഇട്ട് കൊടുക്കുക. മൂന്നാമത്തെ 3 പോയിൻ്റ് ആർക്ക്, 3 പോയിന്റ് വെച്ച് ആർക്ക് വരക്കുക. ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു, ഇവിടെ രണ്ടാമത്തെ പോയിന്റ് ക്ലിക്ക് ചെയ്തു, മൂന്നാമത്തെ പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഒരു പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു, രണ്ടാമത്തെ പോയിന്റ് ക്ലിക്ക് ചെയ്തു, മൂന്നാമത്തെ പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു. 3 പോയിന്റ് വെച്ച് ആർക്ക് വരക്കുക. അപ്പോൾ അതൊക്കെ സ്മൂത്ത് ചെയ്യണമെങ്കിൽ എഡ്ജ് സെലക്ട് ചെയ്താൽ എൻ്റെ ഇൻഫോയിൽ ഉണ്ടാവും, സെഗ്മെൻറ്റ്സ് ഉണ്ടാവും. നമുക്കൊരു കൂട്ടി കൊടുത്താൽ സ്മൂത്തായി മാറിയിട്ടുണ്ടാവും. പിന്നെ പൈ എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. പൈ എന്ന സർക്കിളിൻ്റെ ചെറിയൊരു പോർഷൻ, ഇപ്പോൾ ക്ലോസ്ഡായ പോർഷനാണിത് പൈ ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആർക്ക് വരക്കുന്ന പോലെ തന്നെയാണ്. നേരെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 500 ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഇത് കൊടുക്കുക, ഡിഗ്രി കൊടുക്കുക. എത്ര ഡിഗ്രി ആവേണ്ട, ഇപ്പോൾ 30 ഇട്ട് കൊടുക്കുക. ഉണ്ടോ, അപ്പോൾ ഇത് ക്ലോസ്ഡ് ആയിരിക്കും. മറ്റേ ക്ലോസ്ഡ് ആവില്ല, ആർക്കാകുമ്പോൾ ക്ലോസ്ഡ് ആവില്ല, ഇത് ക്ലോസ്ഡ് ആയിരിക്കും. എത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഡ്രോയിങ് ടൂൾ ബാറിൽ പറയാനുള്ളത്.